കാണാൻ ചേട്ടാ. ഇതൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ചേട്ടൻ കൊടുക്കാനാ. ഇതൊക്കെ എന്തിനാ ചേട്ടൻ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്യാൻ ഞാനും വിടിയില്ലേ? ഇങ്ങത്താ, ഞാൻ കൊടുക്കാം. നീ ഒന്ന് അവിടെ നിന്നേ അമ്മു ചേച്ചി. ഇനി നിനക്കെന്താ? എനിക്കൊന്നുമില്ല. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇതെങ്ങാണോ അമ്മ കണ്ട ഇവിടെ കലാപം ഉണ്ടാവുമെന്ന് അറിയില്ലേ? അത് എനിക്കും അറിയാം അതിഥി. പിന്നെ എന്തിനാ ഈ റിസ്ക് എടുക്കുന്നേ? കയ്യിലുള്ളത് ഫുഡാണെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് അമ്മ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് ആറ്റം ബോംബ് ആണെന്നായിരിക്കും പറയാൻ പോകുന്നത്. വേദാന്ത എനിക്ക് വേണ്ടിയല്ലേ അവന്റെ ഇമേജും ഈഗോയും എല്ലാം കളഞ്ഞ് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്നിട്ട് അതൊന്നും കണ്ടില്ലെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ ഈ മുറിക്കകത്ത് ഇങ്ങനെ വന്നിരിക്കുന്നത്. വേണമെങ്കിൽ വേദാന്തിന് ആ ദേഷ്യം എന്നോട് തീർക്കാം. പക്ഷെ അതൊന്നും അവൻ ചെയ്യില്ല. ഞാനിപ്പോ ഈ ആഹാരം വേദാന്തിന് കൊണ്ടേ കൊടുത്തതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ തന്നെ ഭക്ഷണം കൊടുക്കുന്നതിന്റെ പേരിൽ ആരെന്ത് പറയാനാ? ഇനിയിപ്പോ അതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി, അതിനെന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്കറിയാം. എന്തായാലും ഞാൻ തന്നെ ഇത് കൊടുക്കും. അമൂല്യ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. നിനക്ക് എന്നെ വിട്ട് ഒരുപാട് നേരം അകന്നിരിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാം അമൂല്യ. സത്യമല്ലേ? എന്റെ വേദാന്ത് ഇങ്ങനെ കഴിക്കാതെ ഉറങ്ങാതെയും കഷ്ടപ്പെടുമ്പോ ഞാൻ സമാധാനത്തോടെ രാജകുമാരിയെ പോലെ കഴിയാന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? എനിക്ക് യാതൊരു കുഴപ്പമില്ല, സുഖാണെന്ന് കള്ളം പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല വേദാന്ത്. അത്രയേറെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് വേദനിക്കുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ഈ പരസ്പരമുള്ള സ്നേഹം കാണുമ്പോ ഇവർക്ക് ഒരിക്കലും പിരിഞ്ഞു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ സംബന്ധിച്ച് 1 ഫീറ്റ് എന്ന് പറഞ്ഞ ഒരു വലിയ ഗ്യാപ്പാ. പക്ഷെ അവരെ സംബന്ധിച്ച് 1 ഫീറ്റ് എന്ന് പറഞ്ഞ നോ ഗ്യാപ്പാ. ഇനി അമ്മ എങ്ങാണ് ഇത് കണ്ട എല്ലാം അതോടെ തീർന്നു. ആഹാരം കൊടുക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ ചെറിയമ്മേ, ചെറിയമ്മേ. മോളെ ആദ്യ, നിങ്ങൾ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോ ഇവളുടെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലല്ലോ. ആ അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതൊന്നും സംസാരിക്കണ്ട വിക്കി. പറഞ്ഞാലും കാര്യമൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ ആരെയും വേദനിപ്പിക്കാനെടുത്ത തീരുമാനമല്ലിത്. നിങ്ങൾ എല്ലാവരും അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയുക. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്ക്. അമ്മുവിന്റെയും വേദാന്തിന്റെയും കല്യാണം ഒരിക്കലും നടക്കില്ല. വേദാന്തിന് അമൂല്യെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ചെറിയമ്മയുടെ മനസ്സിൽ വിഷമുണ്ടെന്ന് എനിക്കറിയാം. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ടെന്നും അറിയാം. ഞങ്ങൾ അതെല്ലാം മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും മനസ്സിൽ വെച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കല്ലേ ചെറിയമ്മ. ഇത് അമ്മുവിന്റെ എന്റെ ചേട്ടന്റെ ഭാവിയെ സംബന്ധിക്കുന്ന പ്രശ്നമോ? ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചില്ലെന്നാണോ നിന്റെ വിചാരം ആദ്യ? അമ്മേ, ഞാനാണെങ്കിലും ആദ്യമാണെങ്കിലും അമ്മയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ വളർന്നിട്ടില്ല. പക്ഷെ സംഭവിച്ചതൊക്കെ മനസ്സിൽ വെക്കാതെ ദയവ് ചെയ്ത് മറക്കണം. അതൊക്കെ
കഴിഞ്ഞതൊക്കെ മറക്കാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിയാ അതാർക്ക് സഹിക്കാൻ പറ്റില്ലമ്മേ. എല്ലാവരും അതിന്റെ വേദന അനുഭവിക്കേണ്ടി വരും. നോക്ക്, നിങ്ങൾ ആരൊക്കെ ഇനി എന്തൊക്കെ ശ്രമിച്ചാലും ശരി, എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഇനി ഒരു മാറ്റവും ഇല്ല. ചെറിയമ്മ ഒരു മിനിറ്റ്. വേദാന്തിനെ കുറിച്ച് ചെറിയമ്മയോട് ഞാനൊന്നും പറഞ്ഞു തരണ്ടല്ലോ. അവനിപ്പോ എത്ര വലിയ പണക്കാരനായാലും ശരി, മറ്റുള്ളവരുടെ സ്വത്തും പണവും കണ്ടല്ല അവൻ ആരോടും പെരുമാറുന്നത്. അങ്ങനെ ഒരു അഹങ്കാരമുള്ളവനായിരുന്നെങ്കിൽ ഒരിക്കലും ഇതുപോലെ ഈ വീടിന്റെ മുറ്റത്ത് വന്ന് അവൻ ഇരിക്കില്ല. ഏതൊരു അച്ഛനും അമ്മയായാലും അവരുടെ പെൺമക്കൾക്ക് വേണ്ടി ഇതുപോലൊരു നല്ല പയ്യനായിരിക്കില്ലേ തിരയുന്നത്. നമ്മളുടെ അമ്മൂന് വേദാന്തിനെ പോലെ ഒരു പയ്യന് ഒരിക്കലും കിട്ടില്ല ചെറിയമ്മ. അല്ലെങ്കിലും ഇപ്പൊ നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ചെറിയമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തിനാ? നോക്കൂ സിദ്ധാർത്ഥ്, വേദാന്തിനോട് എനിക്ക് നല്ല സ്നേഹവും ബഹുമാനവും ഉണ്ട്. ഇന്നത്തെ കാലത്ത് കാശും പണവും സ്വത്തും ഉള്ളവരാരും ഞങ്ങളെ ആരെയും സ്നേഹിക്കണമെന്നുമില്ല. ഇതിനേക്കാളെല്ലാം വലുത് അഭിമാനമാണ്. ഞാൻ ഇതുവരെയുള്ള എന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടും എന്റെ ആത്മാഭിമാനം വിട്ട് ജീവിച്ചിട്ടില്ല. കല്യാണത്തിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാ കല്യാണത്തിന് ശേഷം എന്തായിരിക്കും സംഭവിക്കാൻ പോന്നേ? നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല മോനെ. കാരണം എന്താന്ന് വെച്ചാ നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ. വലിയ കുടുംബങ്ങളെയും വലിയ ആൾക്കാരെയല്ലേ നിങ്ങൾക്കറിയൂ. പക്ഷേ ഞങ്ങൾക്കതൊന്നും പറ്റില്ല. ഞങ്ങളൊരു സാധാരണ കുടുംബമാ. ഒരു ചെറിയ സമൂഹം ഇത്. ഈ സമൂഹത്തിലുള്ള എല്ലാ കുടുംബങ്ങളിലും കുറച്ച് പാവപ്പെട്ട മനുഷ്യരാ. അതുകൊണ്ട് ഞങ്ങളുടെ ചെവിയില് ആരെന്തു പറഞ്ഞാലും കേൾക്കാൻ കഴിയും. നിങ്ങളുടെ വീട്ടിൽ ഞാൻ കണ്ടതും കേട്ടതും ഒക്കെ എന്നെ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ചെറിയമ്മ അമ്മൂന്റെ വേദാന്തിനെ ഭാവിയെ കുറിച്ചെങ്കിലും ഒന്ന് ആലോചിക്കും. നിങ്ങളുടെ ഈ വാശി കൊണ്ട് അവരെത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നറിയോ? നിങ്ങൾക്ക് 3 പേർക്കും കുറച്ച് കാര്യങ്ങളെ അറിയൂ. അത് മാത്രം മനസ്സിൽ വെച്ചാൽ നിങ്ങൾ ഈ സംസാരിക്കുന്നൊക്കെ. നിങ്ങളുടെയൊക്കെ കുടുംബത്തില് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ വലുതായിട്ട് കാണാറില്ല. പക്ഷേ അത് ഞങ്ങൾ കാണേണ്ടി വന്നു. ഞാനും നിങ്ങളുടെ ചെറിയച്ഛനും അത് കണ്ട് ഒത്തിരി വേദനിച്ചു. അമ്മേ, അതെന്താണെന്ന് ഞങ്ങളോടൊന്ന് പറയും. പിന്നെ ബാക്കിയൊക്കെ ശരിയാക്കേണ്ടത് ഞങ്ങളാണ്. ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞു. ഞാൻ അതിന് ഉത്തരവും തന്നു. എന്തും സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട്. പക്ഷെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ ചെന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതെ, മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞതല്ലേ? ഇറങ്ങാം നമുക്ക്. അതിഥി അഞ്ജു ഇവിടെ തന്നെ ഉണ്ട്. എന്റെ മക്കളെയെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ വളർത്തിയിരിക്കുന്നത്. അവര് നിങ്ങൾക്ക് കോഫി കൊണ്ടുതരും. അത് കുടിച്ചിട്ട് പോയാൽ മതി. അപ്പൊ നമുക്ക് പോവാം. നമുക്ക് അമ്മൂനെയും കൂടെ മാർക്കറ്റിൽ കൊണ്ടുപോവാം. നമ്മൾ അവളെ ഇവിടെ നിർത്തിയിട്ട് പോയാ എല്ലാവരും കൂടെ അവിടെ മനസ്സ് മാറ്റും. അമ്മു എവിടെ പോയി? അമ്മോ, അമ്മോ. റമി കുറച്ച് ദേഷ്യത്തില്ല. ആ ദേഷ്യം ആരത്തനക്കാൻ കുറച്ച് സമയമെടുക്കും. അതുവരെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേ പറ്റൂ. അതൊക്കെ അവരുടെ മനസ്സിന്റെ വിഷമം കൊണ്ട് പറയുന്നതാ. അമ്മു, എന്താ നീ കാണിക്കുന്നത്? ഒരു കാര്യം ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്ക്? അതോ എന്നെ ധിക്കരിക്കാറായോ നീ? അമ്മേ, ഒരു മിനിറ്റ്. എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നേ? വേദാന്ത് എനിക്ക് വേണ്ടിയാ ഇന്നലെ രാത്രി മുഴുവൻ മഞ്ഞത്തിരുന്നത്. അവന് ആഹാരം കൊടുക്കുന്നത് തെറ്റാണ്. നീ ആവശ്യമില്ലാത്ത കാരണങ്ങളൊന്നും എന്നോട് പറയാൻ വരണ്ട. ഇനി നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. നോക്കമ്മേ, അമ്മയുടെ അനുവാദം ഇല്ലാതെ ഞങ്ങൾ കല്യാണം കഴിക്കില്ലെന്ന് തീരുമാനിച്ചതാ. അതിനർത്ഥം ഞങ്ങൾ പ്രണയം മറന്നൊന്നല്ല. ഞങ്ങൾ അതിൽ ഇപ്പോഴും ഉറച്ചാ നിൽക്കുന്നത്. ഞാനിപ്പോ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭക്ഷണം കൊടുക്കുന്നത് തെറ്റാണോ? ഭക്ഷണം കൊടുക്കണമെന്നായിരുന്നെങ്കിൽ അതെടുത്ത് അവന്റെ കൈ കൊടുത്തിട്ട് തിരിച്ചു പോരണമായിരുന്നു. നീ കൈകൊണ്ട് വാരി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഏരിയയിൽ നമ്മുടെ വീട് മാത്രമല്ല ഉള്ളതെന്ന് ഓർത്തോ. അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നീ മറക്കണ്ട.
ഇവിടെ ഇപ്പൊ കാണുന്ന എല്ലാവരെയും നമ്മൾ വിളിച്ചു കൂട്ടി എന്റെയും വേദാന്തിന്റെ കല്യാണ സദ്യ അമ്മ തന്നെ കൂടെ നിന്ന് കഴിപ്പിച്ച ആ പ്രശ്നം അങ്ങ് തീരുമല്ലോ. നീ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടക്കില്ല. ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വേദാന്തിന് മാത്രമായിരിക്കും. മറ്റാരും എന്റെ കഴുത്തിൽ താലി കെട്ടില്ല. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. എങ്ങോട്ട്? മാർക്കറ്റിൽ. ഞാനിപ്പോ വരുന്നില്ല അമ്മേ. നീ വരില്ല എന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കില്ല. നീ അവന് വാരിക്കൊടുക്കുന്ന കണ്ടിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണോ? ഇനിയിപ്പോ ഞാൻ ഇവിടെ നിന്നെ നിർത്തിയിട്ട് പോയാ നീ അവന്റെ കൂടെ പോവാനും റെഡി ആയിരിക്കുമല്ലോ. ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലമ്മേ. ഞങ്ങൾ പറഞ്ഞാലേ പറഞ്ഞത് മാത്രം ചെയ്യുന്നവരാ. നിങ്ങളുടെ അനുവാദം വാങ്ങിയിട്ടല്ലേ വേദാന്ത് എന്നെ പ്രപ്പോസ് ചെയ്തത്. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്തിനാ നിങ്ങളോട് കള്ളത്തരം കാണിച്ചു പോകുന്നത്? നിനക്ക് ശരിക്കും എന്താ പറ്റിയതമ്മു? അമ്മു, എന്റെ കൂടെ വരാനല്ലേ പറഞ്ഞത്? വാ ഇങ്ങോട്ട്. പ്രമി, അളിയ, പ്ലാൻ എ എന്തായാലും വർക്കൗട്ട് ആയില്ല. പ്ലാൻ ബി എന്താ? ഇവിടുത്തെ സീനൊക്കെ കണ്ടപ്പോ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഞാനൊരു അടിപൊളി പ്ലാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്താണോ അത്? വേറെന്ത് പ്ലാൻ? നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നു. മികച്ച തീരുമാനം അളിയ. അതെ, മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? അതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലാട്ടാ. ഈ സ്പോട്ടിൽ നിന്ന് മാർക്കറ്റിൽ പോകുന്നതാണ് കുറച്ച് ബെറ്റർ. ഇനി മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ രണ്ടുപേരെ എങ്ങനെ ഒന്നിപ്പിക്കണം എന്ന് അവിടെ ചെന്നിട്ട് ആലോചിക്കാം. സുഹാസിനി, എല്ലാ വൃത്തികേടും ചെയ്തിട്ട് നീ ഇവിടെ ഇരുന്ന് സമാധാനമായിട്ട് ബുക്ക് വായിക്കാണോ? എന്തിനാ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നേ? ഞാൻ അമ്മയുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നേ. ഈ വീട്ടിലിപ്പൊ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. കുറച്ച് മര്യാദയോടെ പെരുമാറ്. നിന്റെ മാനേഴ്സ് എല്ലാം കൂടെ അടുപ്പിലിട്ട് തീ കത്തിക്കണം. ഉള്ള വൃത്തികേടെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് എപ്പോഴും മാനേഴ്സ് എന്ന് നീ പറയുന്നുണ്ടല്ലോ. അത് കേൾക്കുമ്പോഴാണ് നിന്നോട് കൂടുതൽ ദേഷ്യം തോന്നുന്നത്. എന്തൊരു ജന്മമാ നിന്റേത്. ദേ അമ്മേ, ഇങ്ങനെ തോന്നിയ ദിവസം വിളിച്ച് പറയുന്ന എന്തിനാ? സ്വന്തം മകളോട് ഒരു ദിവസമെങ്കിലും സ്നേഹത്തോടെ സമാധാനത്തോടെ സംസാരിക്കണമെന്ന് അമ്മയ്ക്ക് തോന്നാറേ ഇല്ല. അതിനെ പറ്റി നല്ല കാര്യമൊന്നും നീ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ അങ്ങനെ സംസാരിക്കുന്നത്? നീ എത്ര വലിയ രാക്ഷസിയാണെന്നും നീ ഇതുവരെ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്നും ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. പ്രമീളയും കുടുംബത്തെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടിയത് നീ തന്നെയല്ലേ? ഇത്രയും തരം താഴ്ന്ന പ്രവർത്തികൾ ചെയ്യാൻ നിന്റെ മനസ്സിൽ എങ്ങനെയാ തോന്നുന്നത് സുഹാസിനി? തീരെ നാണക്കേട് തോന്നുന്നില്ലേ നിനക്ക്? നാണക്കേട് തോന്നാറുണ്ട്. എന്റെ തൊലി ഉരിയുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തത് ഓർത്തിട്ടല്ല. ആ പ്രമേളയെ പോലുള്ള ദരിദ്രവാസികള് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന കാണുമ്പോ, അവരുടെ മക്കൾ എന്റെ മരുമക്കളായി വരുന്നത് ഓർക്കുമ്പോ. അമ്മൂന്റെയും വേദാന്തിന്റെയും കല്യാണം ഒരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടിയാണ് നീ ഇത്തരം പ്രവർത്തികളൊക്കെ ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നീ ഇനി എന്തൊക്കെ ചെയ്താലും ശരി, നീ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നീ എന്തിനാ സുഹാസിനി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നേ? സ്വന്തം മകന്റെ ജീവിതത്തിൽ നീ എന്തിനെങ്കിലും മുള്ളായി നിൽക്കുന്നേ? വേദാന്ത് ഈ വീടിനും വീട്ടുകാർക്കും വേണ്ടി നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ടും അവൻ ഇഷ്ടപ്പെട്ട കുട്ടിയെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്താലെന്താ? ഈ കാര്യത്തിൽ എന്നെ ആരും പഠിപ്പിക്കാൻ വരേണ്ട കാര്യമില്ല. അതാർക്കും അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിക്കും. അല്ല, അന്ന് അവരെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത് ഞാനാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? വേറെ ആരാ? നീ കാശും ട്രെയിനിങ്ങും കൊടുത്ത് ഒരുത്തി ഇവിടെ വിളിച്ചു വരുത്തി ഓരോന്ന് പറയിപ്പിച്ചില്ലേ? അവള് തന്നെ ഫോൺ ചെയ്ത് എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞു. നിങ്ങളെന്താ ഇങ്ങനെ തന്നെ നിൽക്കുന്നത്? നാളെ മെസ്സിലേക്ക് എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാൽ വേഗം പറയേ. എന്റെ മനസ്സിനൊരു സുഖമില്ല പ്രമി, ഒരു സമാധാനവും ഇല്ല. അതെന്താ പറ്റിയത്? എല്ലാവരും ഇങ്ങനെ തുടങ്ങി എങ്ങനെയാ? നീ എന്തോന്ന് സംഭവിക്കാത്ത പോലെ സംസാരിക്കുന്നത്? ആ വേദാന്ത് ഇന്നലെ രാത്രി മുഴുവൻ നമ്മുടെ വീടിന്റെ മുന്നിലായിരുന്നു. എപ്പോ കണ്ണടച്ചാലും കൺമുന്നിൽ അത് തന്നെയാ. നിങ്ങൾ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം.
അന്ന് ആ വീട്ടിൽ സംഭവിച്ചത് അറിയാതെ പറ്റിയതല്ല. അവരത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് നിങ്ങൾ മറക്കരുത്. ആ വീട്ടിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ച് ഈ കല്യാണത്തിന് സമ്മതിക്കാൻ മാത്രം പറയരുത് എന്നോട്. ഞാൻ പറയുന്നത് കേൾക്ക് ഉർമി. ഞാനും അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് തന്നെയാ വിശ്വസിച്ചത്. നിങ്ങളുടെ അനിയത്തി ഒരിക്കൽ വന്ന് പറഞ്ഞതുമാണ്. അന്ന് നിങ്ങൾക്ക് അവളോട് നല്ല ദേഷ്യമായിരുന്നല്ലോ. പക്ഷെ അതിനെക്കുറിച്ച് ഇന്ന് ചിന്തിച്ചു നോക്കുമ്പോ അവൾ അന്ന് നമ്മളോട് അങ്ങനെ പറഞ്ഞത് എത്ര വലിയ സത്യമാണെന്ന് ഞാനിപ്പോ മനസ്സിലാക്കുന്നു. ഇത്ര വലിയ കുടുംബത്തിൽ നമ്മൾക്കൊരിക്കലും ഇങ്ങനൊരു ബന്ധം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചില സാഹചര്യങ്ങളിൽ നാട്ടുകാര് പോലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സന്തോഷിക്കുകയുള്ളൂ. പക്ഷെ അവരെ പോലുള്ള പണക്കാർക്ക് ഇതൊന്നും തീരെ ഇഷ്ടമല്ല. അവസാനം നമ്മളെ പോലുള്ളവര് ഒരു വാക്കുപോലും പറയാൻ കഴിയാതെ തലകുനിച്ച് നിൽക്കേണ്ടി വരും. നിങ്ങൾക്കെല്ലാം അറിയുന്നതല്ലേ, എന്നിട്ടും എന്നെ ഇങ്ങനെ നിർബന്ധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? പ്രമി, നീ പറയുന്നതെല്ലാം ശരിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഇവിടുത്തെ സാഹചര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാ. നോക്ക്, മറ്റാരോടുള്ള വാശി തീർക്കാൻ വേണ്ടി നമ്മുടെ മക്കളുടെ ഭാവി നശിപ്പിക്കരുത്. നീ സമാധാനായിട്ടിരുന്നൊന്ന് ആലോചിച്ചു നോക്ക്, ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോന്ന്. ഞാൻ എല്ലാം ചിന്തിച്ചു കഴിഞ്ഞതാ. വന്നേ, നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. സവാള എത്രയാ മോളെ? കിലോയ്ക്ക് 60 അമ്മേ. 1 കിലോ മുരിങ്ങയ്ക്ക് എത്രയാ? അത് കിലോയ്ക്ക് 40 രൂപ. ഒരു 10 രൂപ കുറച്ച് തരുമോ? ഇല്ല അമ്മേ, സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാ. ഇതെന്താ ഇങ്ങനെ എടുത്തടിച്ച പോലെ മറുപടി പറയുന്നേ? എല്ലാ സാധനങ്ങൾക്കും വില കൂടി വരുമല്ലോ അമ്മേ, അതുകൊണ്ട് പറഞ്ഞതാ. എന്നാ നിങ്ങളുടെ ഒരു കാര്യം ഞങ്ങൾക്ക് വേണ്ട. വേറെ കടയില്ലാത്ത പോലെയാണോ? വാ അങ്ങോട്ട് നടക്കാം. അതിനെന്തിനാ അടിക്കുന്നേ? അവരെന്നെ ഫോൺ വിളിച്ച് കാശ് കുറച്ച് കൂടുതൽ ചോദിച്ചതാ. കൊടുക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ പേരില് അമ്മയെ വിളിച്ച് സത്യം പറഞ്ഞു അല്ലേ? നാശങ്ങള്. അപ്പൊ ഇതെല്ലാം ചെയ്തത് നീയാണെന്ന് നീ തന്നെ അങ്ങ് സമ്മതിച്ചല്ലോ. ഇങ്ങനെ തരം താഴ്ന്ന രീതിയിൽ പ്രവർത്തിക്കാൻ നിനക്കൊരു നാണം തോന്നുന്നില്ല സുഹാസിനി? എനിക്ക് നാണമില്ലാന്ന് തന്നെ വിചാരിച്ചോ? എന്ത് ചെയ്യാൻ പറ്റും? ഒരു പെണ്ണിന് ഇത്രയൊന്നും അഹങ്കാരം പാടില്ല. ഇങ്ങനെ തുടരാനാണ് ഭാവമെങ്കിൽ നിന്റെ മുഖം മൂടി എനിക്ക് വലിച്ചെറിയേണ്ടി വരും. അത് മക്കളെ കാണിക്കേണ്ടിയും വരും. ഇത് കേൾക്കാൻ മക്കൾ ഇവിടെ ഇല്ലാതിരുന്നതുകൊണ്ട് ഞാനിത് വിട്ടുകളയാ. എന്നെങ്കിലും അവരിതൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ, എന്നെ ശരിക്കറിയാലോ, നിങ്ങളെ പിന്നെ ജീവനോടെ വെച്ചേക്കില്ല. നിന്നെ പോലെ ചീപ്പാകാൻ എനിക്ക് പറ്റില്ല സുഹാസിനി. നീ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കുക. അതാ നിനക്ക് നല്ലത്, ഈ വീടിനും നല്ലത്. സുഹാസിനി, അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇനിയും ഇതുപോലെ തന്നെ തുടരാനാണ് ഭാവമെങ്കിൽ നിന്നെ ഞാൻ പ്രസവിച്ചതാണെന്നുള്ള കാര്യമൊക്കെ ഞാനങ്ങ് മറന്നു കളയും. ഒരു കിലോ ക്യാരറ്റിന് എന്താ വില? 10 രൂപ. 10 രൂപയോ? അത്രയേ ഉള്ളോ? നിങ്ങളിനി എന്തൊക്കെ എടുത്താലും ഇവിടെ 10 രൂപയുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ഓഫർ ആയത്. വേണമെങ്കിൽ കുറച്ചുകൂടെ കുറയ്ക്കാം. ഇതെന്ത് കോല ചേട്ടാ? ഒന്നും പറയണ്ട റൗഡി കൊച്ചേ, ഞാൻ തന്നെ നിങ്ങളുടെ കല്യാണം നടത്താൻ ഇനി എന്തൊക്കെ വേഷം കെട്ടണം ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ഇങ്ങോട്ട് വാ. അളിയ, എന്റെ പ്ലാൻ ഒന്നും വർക്കൗട്ട് ആവാൻ തോന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കമോൺ അളിയ, എന്തെങ്കിലും ഒന്ന് ആലോചിക്കേ. ക്ലാസ് ആയിട്ടുള്ള ഐഡിയ ഒന്നും വർക്കൗട്ട് ആവില്ല. മാസായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മാസായിട്ടുള്ള ഐഡിയ? അതെന്താ ഐഡിയ? ഇത് പിടിക്കും. ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് അമ്മയെ കൺവിൻസ് ചെയ്യാൻ നോക്കാം. അയ്യേ, എന്താ അളിയ ഇത്? അയ്യോ അളിയ, അത് മുരിങ്ങയ്ക്കയാ. ഇത് കൊടുത്ത് കൺവിൻസ് ചെയ്യും. ഇത് കൊടുത്ത് കൺവിൻസ് ചെയ്യാൻ പോയ എല്ലാം കൊള ആവും അളിയ. ഇങ്ങനെ പറഞ്ഞ സമയം കളയിൽ അളിയ. വേഗം ചെല്ല്, വേഗം ചെല്ല്. പോ 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 പോ. ചെറിയമ്മേ, ചെറിയമ്മേ, ചെറിയമ്മ ഒന്ന് നിക്ക്. ചെറിയമ്മേ, ചെറിയമ്മേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേദാന്തിന്റെ അമൂല്യയുടെയും കല്യാണം നടക്കില്ലെന്ന് പറയല്ലേ? അവർ രണ്ടുപേരും പരസ്പരം ജീവനത്തിലും സ്നേഹിക്കുന്നുണ്ട്. അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ചെറിയമ്മയ്ക്ക് വേണ്ടിയല്ലേ അവർ ഇത്രയും സഹിക്കുന്നത്. വേദാന്തിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് നടക്കോ? വേദാന്ത് കല്യാണം കഴിക്കണമെന്നൊരു വാക്കുമൂളിയ പെൺകുട്ടികളിവിടെ ക്യൂ നിൽക്കും. എന്നിട്ട് പോലും
അമൂല്യ തന്നെ വേണമെന്ന് പറഞ്ഞ് ആ വീടിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോ അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവന്റെ മനസ്സ് എത്ര പ്യൂറാണെന്ന് ഓർക്കണം. വേദാന്ത് പണ്ടൊരു ബിസിനസ്മാൻ മാത്രമായിരുന്നു. അങ്ങനെ ഒരാളാ ഇപ്പൊ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. അത് ചെറുതായിട്ട് കാണരുത് ചെറിയമ്മേ. അവൻ എപ്പോഴും അവന്റെ ഫാമിലിയെ പറ്റി മാത്രം ചിന്തിക്കുന്നവനാ. ഇങ്ങനെ ഒരു പയ്യനെ ഇനി എവിടെയും കിട്ടില്ല. അമ്മു ഇങ്ങോട്ട് വാ. കൊറേ നേരമായാലും വാ വാന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഇനി 100 കട കയറാനുള്ളതാ. ഇങ്ങോട്ട് വാ. ഞാനൊന്നും വരുന്നില്ല. അമ്മു വരാമേ. വാ. ഇങ്ങോട്ട് വാ. അയ്യോ വാ 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 വാ. ഇനി ഈ വെയിലത്ത് നിന്ന് കരിയാൻ എനിക്ക് വയ്യ. ഇത് കുഴപ്പിച്ചോ. എനിക്കെന്തിനാ? നീ എന്തെങ്കിലും ചെയ്. ഇങ്ങോട്ട് വരാൻ. ആമേ മുരിക്കാക്ക എടുത്തോണ്ടിരിക്ക. അമ്മു ഇങ്ങോട്ട് വാ. വാ 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 വാ. വരുന്നു വരുന്നു വരുന്നു.